എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു പോസ്റ്റ്മാൻ കളക്ഷൻ റണ്ണർ മോണിറ്റർ യൂസ് ചെയ്ത് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ ആദ്യത്തെ 3 ഓപ്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഈ വീഡിയോയിൽ മോണിറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ പോസ്റ്റ്മാനിലുണ്ട്. ആ ഓപ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ കളക്ഷൻ റൺ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി പോസ്റ്റ്മാൻ ആപ്ലിക്കേഷൻ എടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ റെക്വസ്റ്റ് കളക്ഷൻ ആയിരിക്കും. ഇവിടെ മോണിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്. ആ മോണിറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. യു ഹാവ് നോ മോണിറ്റർ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഓൾറെഡി ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. അപ്പം മോണിറ്റർ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒരു ചെറിയ ഇൻഫോ കൊടുത്തിട്ടുണ്ട്. ഈ മോണിറ്റർ ലെറ്റ്സ് യു റൺ എ കളക്ഷൻ പീരിയോഡിക്കലി ടു ചെക്ക് ഫോർ ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് റെസ്പോൺസ്. അതായത് നമുക്ക് 24/7 നമ്മുടെ APIs പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിലേക്ക് വർക്ക് ആകുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ് മോണിറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു ഫെയിലർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇമെയിൽ ത്രൂ ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ മോണിറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ക്രിയേറ്റ് എ മോണിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എ മോണിറ്റർ എന്നുള്ള ഒരു സ്ക്രീൻ വരും. രണ്ട് രീതി ചെയ്യാം. അപ്പോൾ ഞാൻ മോണിറ്റർ എന്നൊരു പേര് കൊടുക്കുവാണ്. റെക്വസ്റ്റ് മോണിറ്റർ എന്ന പേര് കൊടുത്തു. ഇനി ഏത് കളക്ഷൻ ആണോ റൺ ചെയ്യേണ്ട ആ കളക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. റെക്വസ്റ്റ് കളക്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. എൻവയോൺമെൻറ്റ് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. റെക്വസ്റ്റ് ക്യൂ എൻവയോൺമെൻറ്റ് കൊടുത്തു. ഇനി എന്തെങ്കിലും ഡേറ്റ ഫയൽ വല്ലോ, അതായത് ഡേറ്റ ഡ്രൈവൻ ടെസ്റ്റിംഗ് JSON CSV ഫയൽ ആവശ്യമുണ്ടെങ്കിൽ, ആ കളക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ റെക്വസ്റ്റ് എന്നുള്ള കളക്ഷന് അത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ റൺ ദിസ് മോണിറ്റർ ഏതൊക്കെ സമയത്ത് റൺ ചെയ്യണം നമുക്ക് ചൂസ് ചെയ്യണം. വീക്ക്ലി റൺ ചെയ്യാം, ഹവർലി റൺ ചെയ്യാം. മിനിറ്റ് ടൈമർ എന്നുള്ളത് പോസ്റ്റ്മാൻ്റെ പെയ്ഡ് വേർഷൻസിൽ നമുക്ക് കിട്ടുള്ളൂ. യു ആർ ഓൺ ഫ്രീ പ്ലാൻ മെസ്സേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൊഫഷണൽ എഡിഷൻസിലൊക്കെ അത് അവൈലബിൾ ആയിട്ട് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹവർ ടൈമർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എല്ലാ മണിക്കൂറിലും റൺ ചെയ്യും. ഈ കളക്ഷൻ പോസ്റ്റ്മാൻ ക്ലൗഡിലാണ് റൺ ആകുന്നത്. അപ്പം അവിടെ റണ്ണായ ശേഷം അതിൻ്റെ റിസൾട്ട് ഫെയിൽ ആകുന്ന കേസ് നമുക്കൊരു, അല്ലെങ്കിൽ നമുക്കത് അറിയുകയില്ല, നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും. അപ്പം ഞാൻ തൽക്കാലം വീക്ക് ടൈമർ ആക്കി മാറ്റുവാണ്. എവരി ഡേ കൊടുക്കുന്നു. രാവിലെ ഒരു 7 AM റൺ ചെയ്യുന്നു. റീജിയനൊക്കെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻ ഫെയിൽ ആകുന്ന കേസിൽ ഏത് മെയിലിലേക്കാണോ നോട്ടിഫിക്കേഷൻ വേണ്ട ആ മെയിൽ ഇവിടെ കൊടുക്കുക. അതുപോലെ ഒരു ഇമെയിലും കൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, 5 നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ 5 ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഈ ബട്ടനെ ഹോവർ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് 5 റെസിപ്പിയൻസിനെ ആഡ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ 2 തവണ ഫെയിൽ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 3 തവണ, എത്ര ഫെയിൽ ആകുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ നിർത്തേണ്ടതെന്നുള്ളതാണ്. ഞാനിവിടെ 3 ഡിഫോൾട്ട് ഉണ്ടായിരുന്നു, ഞാൻ 2 ആക്കി മാറ്റുന്നു. റീട്രൈ ഇഫ് റൺ ഫെയിൽസ്. അപ്പം ഇവിടെ ദിസ് മൈറ്റ് അഫക്റ്റ് യുവർ ബില്ലിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു തവണ കൂടുതൽ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ റണ്ണാണോ വേണ്ടതെന്നുള്ളതാണ്. ഇപ്പം ഒരു തവണ ഫെയിലായ ആണെന്നുണ്ടെങ്കിൽ ഈ 1 എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്യുക. 2 തവണ ഫെയിലായെങ്കിൽ മാത്രമേ റീറൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ 2 സെലക്ട് ചെയ്യുക. ഞാൻ 1 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പിന്നെ സെറ്റ് റിക്വസ്റ്റ് ടൈം ഔട്ട്. അതേ മോണിറ്റർ റൺ കനോട്ട് എക്സീഡ് 10 മിനിറ്റ്സ്. അതായത് 6 lakh millisecond, അതായത് 10 മിനിറ്റ് കൂടുതൽ ടൈം എടുക്കുന്ന കളക്ഷൻ ആണെങ്കിൽ മോണിറ്റർ വർക്ക് ആകുകയില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. സെറ്റ് ഡിലേ ബിറ്റ്വീൻ റിക്വസ്റ്റ്. ഓരോ റിക്വസ്റ്റിനിടയ്ക്ക് എത്ര ഡിലേ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തുള്ളത്. അതിനുശേഷം
ക്രിയേറ്റ് മോണിറ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മോണിറ്റർ ക്രിയേറ്റഡ് എന്ന് വന്നു. ഈ മോണിറ്റർ ഇവിടെ നിന്ന് ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ മോണിറ്റർ ഓൾറെഡി ഇവിടെ കാണിച്ചേക്കുന്ന മോണിറ്റർ ഹാസ് ഇൻ റൺ ഇറ്റ്, അതായത് മോണിറ്റർ നമ്മൾ 7 മണിക്കാണല്ലോ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി നാളെ 7 മണിക്ക് ഇത് റൺ ആവുള്ളൂ. മാനുവൽ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റിഫ്രഷ് ചെയ്യാനും ഇത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മോണിറ്റർ. അപ്പോൾ ഇവിടെ പോസ്റ്റിനുള്ളത് വന്നു. വീണ്ടും അത് റെസ്യൂം ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം ആഡ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിപ്പം മാനുവലി റൺ ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത്. മാനുവലി റൺ ചെയ്യുവാണ്. ഓക്കെ, കൺസോൾ ലോഗ് റിക്വസ്റ്റ് മോണിറ്റർ സ്റ്റാർട്ടഡ്. ഫെയിൽ ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് റീറൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ഇൻറ്റൻഷലി ഈ കളക്ഷനകത്തെ ഒരു റിക്വസ്റ്റ് നമ്മൾ ഇൻറ്റൻഷലി ഫെയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ച ആ ചേഞ്ച്. ഈ റിക്വസ്റ്റ് കളക്ഷനിൽ പോയി കഴിയുമ്പോൾ അത് ഡിലീറ്റ് യൂസറിൻ്റെ കേസിൽ ഡിലീറ്റ് യൂസറിൻ്റെ കേസ് ശരിക്കും 204 ആണ്. പക്ഷെ അവിടെ നമ്മൾ 200 ഇൻറ്റൻഷലി ഫെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തു. അതുകൊണ്ടാണ് ഇത് ഈ മോണിറ്റർ ഫെയിൽ ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ഫെയിൽ ആകുന്ന കേസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റിപ്പീറ്റഡ് ഫെയിലിയർ മോണിറ്റർ റിക്വസ്റ്റ് മോണിറ്റർ എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പം ഹെൽത്തി മീൻസ് ഇൻറ്റൻഷലി അത് ഫെയിൽ ചെയ്തുകൊണ്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അസേർഷൻസ് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഈ കളക്ഷനകത്ത്. അതിനുവേണ്ടി ഞാൻ ഈ ഡിലീറ്റ് യൂസറിൻ്റെ അവിടെ പോയി 200 എന്നുള്ള മാറ്റി 204 ആക്കുവാണ്. അതിനുശേഷം സേവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റിക്വസ്റ്റ് മോണിറ്റർ വന്നിട്ട് ഒന്നുകൂടെ റീറൺ ചെയ്യുവാണ്. വീണ്ടും റൺ ആയിട്ടുണ്ട്. കൺസോൾ നോക്കാം. ഗെറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. 200. ഓക്കെ, ഇപ്പം അൺഹെൽത്തി എന്നുള്ളത് മാറി ഹെൽത്തി എന്നായിട്ടുണ്ട്. അപ്പം ഫെയിലാകുന്ന കേസിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആ റണ്ണറിൻ്റെ കേസിൽ നമ്മൾ ആ ചേഞ്ച് വരുത്തിയായിരുന്നു ആ റിക്വസ്റ്റ് എന്നുള്ള കളക്ഷനകത്ത്. അപ്പം ഈ കേസിൽ അത് തന്നെ ഉപകരിച്ചു. അപ്പം ഫെയിലാകുന്ന കേസിൽ നോട്ടിഫിക്കേഷൻ മെയിൽ അഡ്രസ്സിൽ നമ്മൾ ആഡ് ചെയ്താക്കുന്നു, ആ മെയിൽ അഡ്രസ്സിൽ വന്നാക്കുന്നതായിട്ട് കാണാം. അപ്പം പിന്നെ ഇനിയുള്ള ഒരു ഓപ്ഷൻ ന്യൂമാൻ, അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.